വെസ്റ്റ് ബാങ്കിൽ സന്ദർശനം നടത്തിയ 31 രാജ്യങ്ങളിലെ നയതന്ത്ര പ്രതിനിധികൾക്ക് നേരെ ഇസ്രായേൽ സേന വെടിവെച്ചു. നയതന്ത്ര പ്രതിനിധികൾ ഓടിയൊളിച്ചു. ലോക രാജ്യങ്ങളൊക്കെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. ബി ജെയിംസ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ആളുകളെ കിട്ടാനാണ് അവസാനം നയതന്ത്ര പ്രതിനിധികളെ ഇവർ വെടിവെക്കാൻ തുടങ്ങിയത്. ഇതൊരു വല്ലാത്തൊരു സംഭവമാണ്. കാരണം സാധാരണ രീതിയിൽ നയതന്ത്ര പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ആ രാജ്യത്തിൻ്റെ പ്രതിനിധി, ഇത് രാജ്യത്തിൻ്റെ മാത്രമല്ല, UN-ന്റെ ഐക്യരാഷ്ട്ര സഭയുടെ ഇതോടുകൂടി 31 രാജ്യങ്ങളിലെ അംബാസഡർമാർ, അതുപോലെ ഉന്നതരായിട്ടുള്ള നയതന്ത്ര പ്രതിനിധികളാണ് അവിടെ വെസ്റ്റ് ബാങ്കിൽ, അതുപോലെ ജനിൻ മേഖലയിൽ തെളിവെടുപ്പ് പോലെ ഒരു ജൂറി പോലെയാണ് വരുന്നത്. അവരതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വരുന്നു. 31 രാജ്യങ്ങളിൽ ഇന്ത്യ അടക്കം, അതുപോലെ ചൈന, റഷ്യ, ബ്രിട്ടൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുപാട്, EU, യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികൾ അടക്കമുള്ള, അതുപോലെ തന്നെ ജോർദൻ, ഈജിപ്റ്റ് അടക്കമുള്ള ഒരുപാട് രാജ്യങ്ങളുടെ 31 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ അവിടെ തെളിവെടുപ്പ് നടത്തി ആൾക്കാരെ കണ്ട് ഈ ഇസ്രായേലിൻ്റെ ക്രൂരതയെക്കുറിച്ച് പറഞ്ഞതായിരിക്കണം അവരെ പ്രകോപിപ്പിച്ചത്. ഇവർ നേരെ ഇവരുടെ സംഘത്തിന് നേരെ വെടിവെച്ചു എന്നുള്ളതാണ്. അതിന് തൊട്ടടുത്തുകൂടെയൊക്കെ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് പോകുന്നത് കണ്ട് അവർ ഓടി ഒളിക്കുകയായിരുന്നു. അക്ഷരാർത്ഥത്തിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ആ തരത്തിൽ വലിയ പ്രതിഷേധമുയർന്നു. അതാത് രാജ്യങ്ങൾ അവിടുത്തെ ഇസ്രായേലി അംബാസഡർമാരെ വിളിച്ചു വരുത്തി ശ്വാസിക്കുക മാത്രമല്ല അതിശക്തമായിട്ടുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കനേഡിയൻ പ്രധാനമന്ത്രി പത്രസമ്മേളനം തന്നെ, മാർക്ക് കാർണി പത്രസമ്മേളനം വിളിച്ച് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. ഇസ്രായേൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ സംഭവം മൂലം പോയിട്ടുണ്ട്. അതിനിടയിൽ ഗസയിൽ വ്യാപകമായ ബോംബിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏതാണ്ട് 100-ലേറെ പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി വരുന്നു എസ്കെൻ. അപ്പോൾ ഈ ഇസ്രായേൽ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അവരതിന് പറഞ്ഞൊരു ന്യായം, ഇവർക്ക് ഞങ്ങൾ നിശ്ചയിച്ചു കൊടുത്ത തെളിവെടുപ്പിനുള്ള സ്ഥലമുണ്ട്, അതിൽ നിന്ന് അതിക്രമിച്ച് ജനിൻ മേഖലയിലെ ചില ഭാഗങ്ങളിലേക്കൊക്കെ ഇവർ പോയി, അതുകൊണ്ടാണ് ഞങ്ങൾ വെടിവെച്ചത്. ഇത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല. അവരോട് പോകാൻ പാടില്ല എന്ന് പറയാം, പക്ഷെ അവർക്ക് നേരെ വെടിവെച്ച് അവരെ ഓടിക്കുക എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണെന്ന് അറിയില്ല. എന്തായാലും ഇസ്രായേൽ ഒരു കൈവിട്ട കളിക്ക് തയ്യാറാവുന്ന തരത്തിലാണ്. അപ്പോൾ അത് അന്താരാഷ്ട്ര തലത്തിൽ വലിയതുണ്ടായെന്ന് മാത്രമല്ല, ഇപ്പോൾ പാലസ്തീനിൽ ഭക്ഷണം ഇപ്പോൾ ആകെ കടത്തിവിട്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 2 മാസത്തിനുള്ളിൽ 100 ട്രക്കുകളാണ് കടത്തി വിട്ടത്. ഒരു ദിവസം 600 ട്രക്ക് കടത്തി വിട്ടാലാണ് അത്യാവശ്യം ഭക്ഷണം കിട്ടുക. അത് 11 ആഴ്ചയോളം ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ കടത്തി വിട്ടിരിക്കുന്നതാണ് 100 ട്രക്കുകൾ. അതുകൊണ്ട് ഒന്നും ആവുന്നില്ല. ഈ കായലിൽ മറ്റേ കായം കലക്കിയ പോലെ എന്നൊക്കെ പറയാറുണ്ടല്ലോ, കടലിൽ കായം കലക്കിയ പോലെ, ആ അവസ്ഥയിലേക്ക് അത്ര കുറച്ച് ഭക്ഷണമാണ് അവിടെ എത്തുന്നത്. പട്ടിണി മൂലം 326 പേര് കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ മരണമടഞ്ഞു. 14,000 കുട്ടികളുടെ കാര്യത്തിൽ ഇപ്പോഴും പ്രശ്നത്തിൽ നിൽക്കുകയാണ്. ഈ 100 ട്രക്ക് വന്നത് കുട്ടികളെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നറിയില്ല എസ്കെൻ. ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഈ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമാഫോസയുമായിട്ട് ഈ വാർത്താ സമ്മേളനത്തിൽ വെച്ച് നേരിട്ട് ഏറ്റുമുട്ടി അമേരിക്കൻ പ്രസിഡന്റ് എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. സൗത്ത് ആഫ്രിക്കയിലെ വെളുത്ത വംശജർ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ള ട്രംപിൻ്റെ ആരോപണമാണ് റാമാഫോസയെ പ്രകോപിപ്പിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ പോയിരുന്ന 2 രാഷ്ട്രപതിമാർ തമ്മിൽ ഏറ്റുമുട്ടുക, കൊമ്പ് കോർക്കുക, വാക്കുതർക്കം ഉണ്ടാകുക? ട്രംപ് പുതിയ ചരിത്രം എഴുതുകയാണ്. എസ്കെൻ, സാധാരണ നയതന്ത്ര മര്യാദ അനുസരിച്ച് നമുക്ക് എന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഒരു പത്രസമ്മേളനത്തിൽ നിൽക്കുമ്പോൾ 2 പേരും വളരെ മാന്യമായി, അതിനൊരു പ്രോട്ടോക്കോൾ തന്നെയുണ്ട്. വളരെ ചിരിച്ച് ഇത് നമ്മുടെ വിയോജിപ്പ് പോലും വളരെ ചിരിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തുക. പക്ഷേ ഡൊണാൾഡ് ട്രംപ് നയതന്ത്ര രംഗത്തെ ആ മാനദണ്ഡങ്ങൾ, ഇതുവരെയുള്ള പ്രോട്ടോക്കോളുകളെല്ലാം അതിലംഘിച്ചിരിക്കുകയാണ്. പുള്ളിക്ക് ഇഷ്ടമല്ലാന്ന് തോന്നി ഇഷ്ടമല്ല എന്നങ്ങ് മുഖത്ത് നോക്കി അടിക്കുക എന്നുള്ള അതിനൊരു സ്ട്രാറ്റജി കൂടിയുണ്ട്. കാരണം അദ്ദേഹം വൈറ്റ് വോട്ടേഴ്സിനെ ലക്ഷ്യം വയ്ക്കുന്ന അമേരിക്കയിലെ തന്നെ ആദ്യത്തെ വൈറ്റ് പ്രസിഡന്റ് എന്നാണ് പറയുന്നത്. നിറം കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ നിലപാട് കൊണ്ട്. വൈറ്റ്, നമുക്ക് ജോർജ് ഫ്ലോയിഡിൻ്റെയൊക്കെ സംഭവം അറിയാവുന്നതാണ്. കറുത്ത വംശജനായിട്ടുള്ള ഫ്ലോയിഡ് കൊല്ലപ്പെട്ടപ്പോഴും വെളുത്ത വംശജരായിട്ടുള്ള പോലീസുകാരുടെ കൂടെയാണ് ട്രംപ് നിലകൊണ്ടത്. ട്രംപിൻ്റെ നിലപാട് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 60 സൗത്ത് ആഫ്രിക്കക്കാരെ ട്രംപ് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടുവന്ന് പൗരത്വം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ആ സംഭവത്തെ ഒരു പാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് റാമഫോസെ ഓടിയെത്തിയത് വൈറ്റ് ഹൗസിലേക്ക്. ഹൗസിൻ്റെ പേര് തന്നെ വൈറ്റ് ഹൗസ് എന്നാണ്. അപ്പോൾ റാമഫോസയോട് കാര്യം, പക്ഷെ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്നുള്ള അവസ്ഥയായി. പരസ്യമായിട്ട് റാമഫോസയോട് പറഞ്ഞു, അവിടുത്തെ വെളുത്ത വംശജർ
ദക്ഷിണാഫ്രിക്കയിൽ പീഡിപ്പിക്കപ്പെടുകയാണ്. SKN അറിയാം, നേരത്തെ വെളുത്ത വംശജരാണ് അവിടെ, ന്യൂനപക്ഷമായിട്ടുള്ളവരാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ കറുത്ത വംശജരെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു. നെൽസൺ മണ്ടേല 26 വർഷം നടത്തിയ വലിയ സമരത്തിൻ്റെയും പ്രക്ഷോഭത്തിൻ്റെയും ഭാഗമായി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് അത് ഈ അപ്പാർത്തിയുടെ അല്ലെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മാറ്റിവെച്ച് അധികാരത്തിൽ വരികയായിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ സൗത്ത് ആഫ്രിക്കയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വഷളായിരിക്കുന്നു. അത് പാസിഫൈ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു ബേബി ജെയിംസ്. എന്തായാലും പുതിയ പുതിയ കീഴ്വഴക്കങ്ങളും ചരിത്രവും ഒക്കെ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് എഴുതുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല.